ഒരാളും നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാറ്റഗറി ഓഫ് പെർഫ്യൂമിനെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ. ഒരാളും നിങ്ങളോട് പങ്കുവയ്ക്കാത്തത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വസന്തകാല പെർഫ്യൂംസിനെ പറ്റിയാണ്. സ്പ്രിംഗ് പെർഫ്യൂംസ് അങ്ങനൊരു കാറ്റഗറി ഉണ്ട്. വിൻ്ററിനും സമ്മറിനും ഇടയിൽ പൂക്കളും തളിരും എല്ലാം മുട്ടിട്ട് വരുന്ന ഒരു വസന്തകാലത്തിനെ എങ്ങനെ നമുക്ക് ആ ഒരു കാലത്തിനോട് ഒത്തിണങ്ങിയ രീതിയിലുള്ളൊരു പെർഫ്യൂമുമായിട്ട് ചേർന്ന് പറയാം. ആ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പെർഫ്യൂം ഏതാണ്, അങ്ങനെ ഒരു പെർഫ്യൂമിനെ പറ്റിയും അങ്ങനെ ഒരു കാലത്തിൻ്റെ പെർഫ്യൂമിൻ്റെ ആവശ്യകതയെ പറ്റിയും നമുക്ക് സംസാരിക്കാം. ഞാൻ ഡോക്ടർ അജിം ഷാ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പേർട്ട്. എനിക്കിന്ന് പറയാനുള്ളത് വസന്തകാലത്തെ അല്ലെങ്കിൽ സ്പ്രിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന, സ്പ്രിങ്ങിനോടൊത്തിണങ്ങി നിൽക്കുന്ന ഒരു പെർഫ്യൂമിനെ പറ്റിയാണ്. റസാസിയുടെ ഷുഹറ ലൈനപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഷുഹറ ഓപ്പുലൻസ് ആണ് ആ പെർഫ്യൂം. ഇനി എന്തുകൊണ്ടാണ് വസന്തകാലത്തെ പെർഫ്യൂം എന്നുള്ളത് ഞാൻ പറഞ്ഞെന്ന് പറയട്ടെ. കാരണം വിൻ്റർ എന്നുള്ളത് ഒരു എന്താ പറയുക, കൂടുതലായിട്ട് നോട്ട്സ് വെച്ച് പറയുകയാണെങ്കിൽ അരോമാറ്റിക് അല്ലെങ്കിൽ ഊഡി അല്ലെങ്കിൽ ഒരു ബൂസി ഒക്കെ ചേർന്നിട്ടുള്ളൊരു വൈബിനോട് ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ഓഫ് അല്ലെങ്കിൽ സീസണാണ്. പക്ഷേ സമ്മർ എന്നുള്ളത് എപ്പോഴും സിട്രസിയാണ്. ഫ്രഷ് സിട്രസി അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഒക്കെ ഒത്തിണങ്ങിയ ഒരു വൈബ് ഒരു സമയമാണ് സമ്മർ എന്ന് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും വസന്തകാലം ഏറ്റവും കൂടുതൽ പഴങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്? അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഷുഹറ ഓപ്പുലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷോറിയസ് ഫീൽ തരുന്ന ഒരു വണ്ടർഫുൾ എന്താ പറയുക, ഒരു ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഫ്രൂട്ടി വൈബ് തരുന്നൊരു ഫ്രാഗ്രൻസ് ആയിട്ടാണ് റസാസി ഇതിനെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആറ്റോമൈസറാണ്, കണ്ടില്ലേ? ഇതിൽ കിട്ടുന്ന എന്താണെന്നറിയോ? നല്ല മാങ്ങയും പേരക്കയും. അങ്ങനെ വേണം എനിക്കത് പറയാൻ സാധിക്കുക. അങ്ങനെയാണ് എനിക്ക് നിങ്ങളോടിത് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നല്ല മാങ്ങയും പേരക്കയും മാൻഡറിനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസാണ്. എന്തുകൊണ്ടാണ് വസന്തകാലത്ത് ഇങ്ങനെയുള്ള ഫ്രാഗ്രൻസ് കൂടുതൽ അർത്ഥവത്താകുന്നത്? കാരണം ഇതുപോലുള്ള ഫ്രാഗ്രൻസുകളാണ് ഏറ്റവും കൂടുതൽ സ്പ്രിംഗ് സീസണിനെ അനുസ്മരിപ്പിക്കുന്നത്. അതാണ് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ഫ്രൂട്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇന്ന നട്ട്ഷെല്ലിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വസന്തകാലത്തോട് ചേർന്ന് നിൽക്കുന്ന പൂക്കളും കായ്ക്കളും തളിരിട്ട ഇലകളും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രീതിയിലുള്ളൊരു ഫ്രാഗ്രൻസാണിത്. അതുകൊണ്ടാണ് ഞാനിതിനെ വസന്തകാല ഫ്രാഗ്രൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സ്പ്രിങ്ങിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുക ഇതുപോലുള്ള ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുമ്പോഴാണ്. ഇതൊന്ന് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ഞാനിതിൻ്റെ ടെസ്റ്റിംഗ് മോഡിലാണുള്ളത്. എത്രത്തോളം ലോങ്ങിവിറ്റിയും എത്രത്തോളം പ്രൊജക്ഷനും എന്നൊക്കെ എനിക്ക് നിങ്ങളോട് ഇനിയായിരിക്കും പറയാൻ പറ്റുക. പക്ഷേ വന്ന സമയത്ത് തന്നെ ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ. താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.